നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി ഇഡിയുടെ കുരുക്കിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് ഇഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. കഴിഞ്ഞ മാസം 15-ാം തീയതി നൽകിയ നോട്ടീസിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക്, ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക്, അതുപോലെ കിഫ്ബിയുടെ മുൻ MD ആയിരുന്ന ആളിന്, ഈ 3 പേർക്കാണ് ഇത്തരത്തിലുള്ള ഇഡി സമൻസ് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇഡി മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയുടെ മകനെയും ഒക്കെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ന് തെറിക്കും നാളെ തെറിക്കും ഈ കുറ്റി എന്ന് കേരളീയർ പലതവണ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇത് മാറി മാറി പോകുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസ്, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ, ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി, ഇതിലൊക്കെ തന്നെ ഇപ്പോൾ പിണറായി അകത്താകും, പിണറായി ഇപ്പോൾ പൂട്ടും, കേന്ദ്ര ഏജൻസികൾ പിണറായിക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. നമ്മൾ തന്നെ പല വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലാതായിരിക്കും. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ എത്ര കേസുകളിൽ ഈ മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനുമെതിരെയുള്ള നടപടികളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു വാർത്ത വരുന്നു, ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നതല്ലാതെ പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെയും മസാല ബോണ്ട്, അതായത് കിഫ്ബി വഴി വിദേശങ്ങളിൽ നിന്ന് 2672 കോടി രൂപ സ്വീകരിച്ചു. അതിൽ 442 കോടി രൂപ വസ്തു വാങ്ങാൻ ഉപയോഗിച്ചു. 2019-ലാണിത്. ഇത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ്, ഫെമ നിയമത്തിന്റെ ലംഘനമാണ്. ഇത് ഒരിക്കലും ഇത്തരത്തിൽ വിദേശങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഭൂമി വാങ്ങുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ചട്ടം നിലനിൽക്കുകയാണ് ഈ 442 കോടിയിലധികം രൂപ വസ്തു വാങ്ങുന്നതിനായി വിനിയോഗിച്ചത്. ഇത് നഗ്നമായ ചട്ടലംഘനമാണ്. ഇത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ്, ഫെമ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രിക്കും അടക്കം നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരിട്ട് ഹാജരാകണമെന്ന് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടില്ല. പകരം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ വഴിയോ അല്ലെങ്കിൽ കിഫ്ബിയുടെ അഭിഭാഷകർ വഴിയോ ഈ നോട്ടീസിനുള്ള മറുപടി അടിയന്തരമായി നൽകണം. മറുപടി ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. എന്തായാലും ഒരിക്കൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയുടെ സർക്കിളിൽ വന്നിരിക്കുന്നു, കിഫ്ബിയുടെ റഡാറിൽ വന്നിരിക്കുന്നു. ഇതിലെങ്കിലും എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് മലയാളികൾ കാത്തിരുന്ന് കാണുന്നത്. അതോ ഇതും സാധാരണയായി നടക്കുന്നത് പോലെ ഒന്നുമില്ലാത്ത അന്വേഷണമായി പോകുമോ? എന്തെല്ലാം കേസുകളുടെ വാളുകൾ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. ലാവ്ലിൻ കേസ് ഒരിക്കലും തന്നെ എടുക്കാത്ത ഒരു ചരക്കായി മാറിയിരിക്കുന്നു. ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലാവ്ലിൻ കേസ് ഇപ്പോൾ 48 or 50 തവണ മാറ്റിവെച്ചിരിക്കുന്നു. അതിനുശേഷം വന്ന ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, അതുപോലെ ലൈഫ് മിഷൻ അഴിമതി, ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അതിനിർണായകമായ മൊഴിയാണ് സ്വപ്ന സുരേഷ് നൽകിയത്. 142 സ്റ്റേറ്റ്മെന്റ് വരെ സ്വപ്ന സുരേഷ് നൽകി. എന്നിട്ടും ഒരു നടപടിയും പിണറായിക്കെതിരെ ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കേന്ദ്രത്തിലെ BJPയും കേരളത്തിലെ പിണറായിയും കൂട്ടരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണത്തിൽ കൂടുതൽ സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് 2 തവണ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്തത്. എന്നാൽ അവിടം കൊണ്ട് അന്വേഷണം അവസാനിച്ചു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.